പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. If a line makes angles 90 degree, 60 degree and 30 degree with x, y and z axis respectively, then find its direction cosine. അപ്പോൾ ആൽഫ 90, ബീറ്റ 60, ഗാമ 30 തന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് 90, എം എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റ, കോസ് 60, എൻ എന്ന് പറഞ്ഞാൽ കോസ് ഗാമ, കോസ് 30. അത് കണ്ടുപിടിച്ച് നിർത്തിയാൽ മതി കേട്ടോ. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If a line has direction ratio 2, -1, -2, find its direction cosine. ഡയറക്ഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. ഇതാണ് എ ബി സി. ഡയറക്ഷൻ കൊസൈൻ്റെ ഫോർമുല അറിയാം. L = A/√A² + B² + C². ഇപ്പോൾ 2/√4² 4 + 1 + 4 ദാറ്റ് ഈസ് 2/3. എം എന്ന് പറഞ്ഞാൽ B/ ആണ്, -1/3. എൻ എന്ന് പറഞ്ഞാൽ C/, ബട്ട് -2/3. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. അടുത്ത 2 പോയിന്റ് തന്നാൽ എങ്ങനെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കും? ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ്. അപ്പോൾ ഇതാണ് x1 y1 z1, x2 y2 z2. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിഫറൻസ് എടുത്താൽ മതി. x2 - x1, 1 - -2 ദാറ്റ് ഈസ് 3. ബി എന്ന് പറഞ്ഞാൽ y2 - y1, 2 - 4 - 2. സി എന്ന് പറഞ്ഞാൽ z2 - z1, 3 - -5 8. ഡയറക്ഷൻ റേഷ്യോ കിട്ടിയ കൊസൈൻ കാണാൻ എളുപ്പമാണ്. L = A/√A² + B² + C². അപ്പോൾ 3/√77 കിട്ടി. M = -2/√77, N = 8/√77. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിൻറ്റ്സ് A123 and B367 ഈസ് പാരലൽ ടു ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ്സ് C315 and D6711. ഇതും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് പാരലലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കാണുക, ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കാണുക. എന്നിട്ട് A1/A2 = B1/B2 = C1/C2 എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ആദ്യം ഡയറക്ഷൻ റേഷ്യോ ഓഫ് AB, അതാണ് A1 B1 C1. ഡിഫറൻസ് എടുത്താൽ മതി. 3 - 1, 6 - 2, 7 - 3. ഡയറക്ഷൻ റേഷ്യോ ഓഫ് CD, A2 B2 C2, 6 - 3, 7 - 1, 11 - 5. അതിനുശേഷം A1/A2 ചെയ്തു, B1/B2 ചെയ്തു, C1/C2 ചെയ്തു. എല്ലാം ഈക്വലാണെന്ന് കിട്ടി. therefore they are parallel. ഇതേ ക്വസ്റ്റ്യൻ പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ A1 B1 C1 ചെയ്യുക, A2 B2 C2 ചെയ്യുക. എന്നിട്ട് A1A2 + B1 B2 + C1 C2 = 0 എന്ന് പ്രൂവ് ചെയ്യുക കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അങ്ങനെ വേണം ചെയ്യാൻ. ഹോംവർക്ക് തരുന്നുണ്ട്. എക്സസൈസ് 11.1 1 മുതൽ 5 വരെ, 11.2 1, 2, 3 ഇത്രയും ചെയ്ത് നോക്കുക. കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ലൈനാണ് പറയാൻ പോകുന്നത്. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഇത് ഫോക്കസ് ഏരിയ ആണ്, അപ്പോൾ പഠിക്കേണ്ടതാണ്. ഒരു ലൈന് 2 രീതിയിലാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ 5 മെത്തേഡ് പഠിച്ചു. ഇവിടെ 2 മെത്തേഡ്. ഓരോ മെത്തേഡും വെക്റ്റർ ഫോമിലും പഠിക്കണം, കാർട്ടീഷ്യൻ ഫോമിലും പഠിക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 2 എണ്ണം ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും ഒരു വെക്റ്ററിന് പാരലലും. രണ്ടാമത്തെ 2 ലൈനിൽ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ വെക്റ്റർ. രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. ഒന്നാമത്തെ ആദ്യം പറയാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസസ് ത്രൂ എ പോയിന്റ് ആൻഡ് പാരലൽ ടു എ ഗിവൺ വെക്റ്റർ ബി. പ്രൂഫ് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് പ്രൂഫ് പറയുന്നുണ്ട്. ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ എ ആണ് ഒരു പോയിൻ്റ് എടുത്തു, അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് OA. ഈ ലൈനാണ് L, അതിലത്തെ ഒരു ഫിക്സഡ് പോയിൻ്റാണ് P, അതായത് XYZ. അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് വെക്റ്റർ R. നമുക്കിപ്പോൾ അറിയാം ഈ ലൈൻ L എന്ന് പറയുന്നത് Bക്ക് പാരലലാണ്. 2 ലൈൻ പാരലലാണെങ്കിൽ ഒന്ന് മറ്റേതിൻ്റെ മൾട്ടിപ്പിളാണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് AP, വെക്റ്റർ AP = ലാംഡ ഇൻറ്റു വെക്റ്റർ B. വെക്റ്റർ AP = ലാംഡ ഇൻറ്റു വെക്റ്റർ B. ഇവിടെ A is any point with position vector A, P is any arbitrary point with position vector R on the line L. L is parallel to vector B, that is AP is parallel to B, that is AP = lambda into B. AP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം OP - OA, അതാണ് ലാംഡ ഇൻറ്റു B. R - A ആണ് ലാംഡ B. അപ്പോൾ R = A + ലാംഡ B. R ആയിട്ട് തന്നെ എഴുതണം, അതിനെ മാറ്റാൻ പാടില്ല. വെക്റ്റർ ഇക്വേഷൻ എപ്പോഴും വെക്റ്റർ R ഉണ്ടായിരിക്കണം. അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈനാണ് വെക്റ്റർ R = A + ലാംഡ B.
the vector equation of a line which passes through the point vector A and parallel to the vector B is r equal to vector A plus lambda into vector B. Corresponding Cartesian equation പാസ് ചെയ്യുന്ന പോയിന്റിനെ x1 y1 z1 എന്ന് പറയുന്നു. പാരലൽ വെക്ടറിനെ ai പ്ലസ് ബി ജെ പ്ലസ് വി കെ എന്ന് പറയുന്നു. അതാണ് x മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. ഹിയർ എ ബി സി ആർ നോൺ ആസ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ. എ ബി സിയെ പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഈ രണ്ട് ഫോമും പഠിച്ചു വെക്കുക. പ്രോബ്ലം പറയാം. ഫൈൻഡ് വെക്ടർ ഇക്വേഷൻ and Cartesian equation of a line which passes through 1 minus 1 2 and parallel to 2i plus j minus 3k. Parallel to അല്ലെങ്കിൽ in the direction രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന പാസ് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. ഇതിനെ വെക്ടറാക്കി എഴുതുമ്പോൾ വെക്ടർ എ ഈക്വൽ ടു ഐ മൈനസ് ജെ പ്ലസ് 2k. പാരലൽ വെക്ടറാണ് ബി 2i പ്ലസ് ജെ മൈനസ് 3k. ഇക്വേഷൻ എഴുതുക ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്താണോ അത് എഴുതി വയ്ക്കുക, പ്ലസ് ലാംഡ ഇട്ടിട്ട് ബി എഴുതുക. ഇനി ഒന്നും ചെയ്യാൻ്റെ അങ്ങനെ നിർത്തിയാൽ മതി കേട്ടോ. കാർട്ടീഷ്യൻ ഇക്വേഷനാണ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു വൈ പ്ലസ് വൺ ബൈ വൺ ഈക്വൽ ടു സെഡ് മൈനസ് ടു ബൈ മൈനസ് ത്രീ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹൂസ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ്. അപ്പോൾ വെക്ടർ ഇക്വേഷൻ എഴുതണം. കാർട്ടീഷ്യൻ നിന്ന് വെക്ടർ എഴുതാൻ എളുപ്പമാണ്. ഇവിടെ എക്സ് മൈനസ് ടു ബൈ ത്രീ ഈക്വൽ ടു വൈ പ്ലസ് വൺ ബൈ മൈനസ് ടു ഈക്വൽ ടു സെഡ് മൈനസ് വൺ ബൈ ത്രീ. ഇങ്ങനെ പറഞ്ഞാൽ ഈ മുകളിലുള്ളതാണ് പാസ് ചെയ്യുന്ന പോയിൻ്റ്. ഇപ്പോൾ 2i മൈനസ് ജെ പ്ലസ് കെ ഇവിടുത്തെ ചിഹ്നം മാറ്റണം. അപ്പോൾ പാസ് ചെയ്യുന്ന പോയിൻ്റാണ് വെക്ടർ എ 2i മൈനസ് ജെ പ്ലസ് കെ. താഴെയുള്ളതാണ് പാരലൽ വെക്ടർ 3i മൈനസ് 2j പ്ലസ് 3k. വെക്ടർ ബി എന്ന് പറഞ്ഞാൽ 3i മൈനസ് 2j പ്ലസ് 3k. ഇക്വേഷൻ എഴുതി ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. എ എന്താണെന്ന് എഴുതി പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്താണെന്ന് എഴുതി. ഇങ്ങനെ നിർത്തിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിൻറ്റ് 1 2 മൈനസ് 1 ആൻഡ് പാരലൽ ടു എക്സ് മൈനസ് 2 ബൈ 3 ഈക്വൽ ടു വൈ പ്ലസ് 3 ബൈ 2 ഈക്വൽ ടു സെഡ് മൈനസ് 1 ബൈ 1. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്നതും ഈ ലൈനിന് പാരലലും. പാരലൽ പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഈ 3 2 1 തന്നെ ആയിരിക്കും. ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പകരം നമ്മൾ 3 2 1 തന്നെ എഴുതിയാൽ മതി. പാസ് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. അപ്പോൾ ഇക്വേഷൻ എക്സ് മൈനസ് 1 ബൈ 3 ഈക്വൽ ടു വൈ മൈനസ് 2 ബൈ 2 ഈക്വൽ ടു സെഡ് പ്ലസ് 1 ബൈ 1. അപ്പോൾ താഴെയുള്ളത് മാറ്റുന്നില്ല. ഈ പോയിൻ്റ് എക്സ് മൈനസ് 1 എഴുതി, വൈ മൈനസ് 2 എഴുതി, സെഡ് മൈനസ് മൈനസ് 1 പറഞ്ഞാൽ സെഡ് പ്ലസ് 1 എഴുതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും ഒരു വെക്ടറിന് പാരലലും വെക്ടർ ഇക്വേഷനും എഴുതാൻ അറിയണം, കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതാൻ അറിയണം കേട്ടോ. ശരിക്കും മനസ്സിലാക്കി പഠിക്കണേ.